ഹരിയാനയിൽ നടന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭാ ബൈഠക്കിനെ കുറിച്ച് വിശദീകരിക്കാൻ ദക്ഷിണ ക്ഷേത്രീയ സഹ ഭൗതിക് ശിക്ഷൺ പ്രമുഖ് KP രാധാകൃഷ്ണനും ഉത്തര കേരള പ്രാന്തകാര്യവാഹ് PN ഈശ്വരനും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം 100ാം വാർഷികത്തോട് ബന്ധപ്പെട്ട പരിപാടികൾ രാജ്യത്തുടനീളം ആരംഭിച്ചിരുന്നു. അപ്പോൾ ആ പരിപാടികളുടെ ഒരു റിപ്പോർട്ടിങ്ങും അതിനെക്കുറിച്ചുള്ള ഒരു അവലോകനവും അതിനെക്കുറിച്ചുള്ള തുടർ ചർച്ചകളുമൊക്കെയാണ് പ്രധാനമായിട്ട് ഈ വർഷത്തെ പ്രതിനിധി സഭയിലും ചർച്ചയായത്. അപ്പോൾ 3 പ്രധാന പരിപാടികളാണ് ഇതിനകം പൂർത്തിയായിട്ടുള്ളത്. അതിലൊന്ന് കഴിഞ്ഞ വിജയദശമി ദിവസത്തിൽ നടന്ന ഒക്ടോബർ മാസത്തിൽ നടന്ന വിജയദശമി ഉത്സവമായിരുന്നു. ഈ വർഷത്തെ വിജയദശമി ഉത്സവത്തിൻ്റെ ഒരു ലക്ഷ്യം ഏറ്റവും കൂടുതൽ പ്രവർത്തകർ പൂർണ്ണ യൂണിഫോമിൽ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലുടനീളം 62,555 വിജയദശമി ഉത്സവങ്ങൾ നടക്കുകയുണ്ടായി. അതിൽ 32 ലക്ഷം പ്രവർത്തകർ പൂർണ്ണ ഗണവേഷത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിലും 1,66,000 പ്രവർത്തകർ ഗണവേഷത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ അനുപാതത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അതിൻ്റെ ഇരട്ടി. കഴിഞ്ഞ വർഷം കേരളത്തിൽ 84,000-ഓളം പേരാണ് പങ്കെടുത്തത്. ഈ വർഷം 1,66,000 പേര് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനെ തുടർന്ന് പിന്നെ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എല്ലാ വീടുകളിലും RSSന്റെ 100 വർഷത്തെ യാത്രയെക്കുറിച്ചുള്ള സന്ദേശവും പ്രവർത്തനങ്ങളും എത്തിക്കുക എന്നുള്ള രീതിയിൽ ഹർ ഘർ സമ്പർക്ക്, എല്ലാ വീടുകളിലും എത്തുക എന്നുള്ള രീതിയിലെ ഒരു പ്രവർത്തനമാണ് നടന്നത്. അതും ഏതാണ്ട് ഇന്ത്യയിലെ 3,89,465 ഗ്രാമങ്ങളിലായിട്ട് 10 കോടിയിലധികം വീടുകളിൽ ആ സമ്പർക്കം എത്തി. ഒരു ലഘുലേഖ, ഒരു പുസ്തകം, ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം, ഇത്രയും മെറ്റീരിയൽസുമായിട്ടാണ് ഇന്ത്യയിലുടനീളം ഈ സമ്പർക്കം നടന്നത്. എല്ലാ സ്ഥലത്തും അത് ഇനിയും പൂർത്തിയായിട്ടില്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയം നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അത് പൂർത്തിയായിട്ടില്ല. എന്നാൽ ഇതുവരെ നടന്ന പ്രവർത്തനം അവലോകനം ചെയ്യുമ്പോൾ 10 കോടിയിലധികം വീടുകളിൽ ഈ സമ്പർക്ക പരിപാടി എത്തിയിരുന്നു. കേരളത്തിലും ഏതാണ്ട് 22 ലക്ഷം വീടുകളിൽ നമ്മൾ ആ സമ്പർക്കം നടത്തി. അതിലൊരു സ്പെഷ്യൽ റെഫറൻസ് ഉള്ളത് ഈ ഉത്തര കേരളം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള ഈ പ്രദേശത്ത് 54,000 ക്രിസ്ത്യൻ വീടുകളിലും 64,000 മുസ്ലിം വീടുകളിലും ഈ സമ്പർക്കമായിട്ട് പോയിരുന്നു. അപ്പോൾ RSSനെ അവരെയും പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ആ സമ്പർക്ക പരിപാടി നടന്നത്. ആ ഒരു മറ്റു മതവിഭാഗങ്ങളുടെ RSS എന്ന് പറഞ്ഞാൽ ഹിന്ദു സംഘടന, ഹിന്ദുക്കളുടെ എന്നൊക്കെയുള്ള ഇതിനുപരിയായിട്ട് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും RSSന്റെ സന്ദേശം എത്തണം എന്നുള്ള രീതിയിലുള്ളൊരു പരിശ്രമം നടന്നിരുന്നു. അതൊരു സ്പെഷ്യൽ റെഫറൻസ് അഖില ഭാരതീയ പ്രതിനിധി സഭയിലും അത് പരാമർശിക്കുകയുണ്ടായി. മറ്റൊരു പരിപാടിയായിരുന്നു ഹിന്ദു സമ്മേളനങ്ങൾ. വടക്കേ ഇന്ത്യയിലൊക്കെ പകുതിയൊക്കെ പൂർത്തിയായിട്ടുള്ളൂ. കേരളത്തിൽ അത് പഞ്ചായത്ത് തലത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. പഞ്ചായത്ത് ഏകതാ സമ്മേളനങ്ങൾ എന്നുള്ള രീതിയിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആ പരിപാടി നടന്നിരുന്നു. അതിലും ഏതാണ്ട് 37,000 ഗ്രാമങ്ങളിലായിട്ട് 5 കോടിയിലധികം ജനങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരു പരിപാടി ജനങ്ങളെ അങ്ങോട്ട് പോയി സമ്പർക്കം ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ ഒരു പരിപാടി ജനങ്ങളെ ഒരുമിച്ച് വിളിക്കുക, പ്രാദേശികമായിട്ട് ഒരുമിച്ച് വിളിച്ച് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതും 80,000 പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ മഞ്ഞുകാലം ഒക്കെ കഴിഞ്ഞ് ുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ഇനിയും നടക്കാനുണ്ട്. ഇതുവരെ നടന്ന കണക്കുകൾ അനുസരിച്ച് 37,000 പരിപാടികളാണ് അങ്ങനെ നടന്നത്. അതിലേതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ
ആ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ശതാബ്ദി പരിപാടികളിലെല്ലാം പഞ്ചപരിവർത്തനം എന്നുള്ളൊരാശയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വീടുകളിലുള്ള ഗ്രഹസമ്പർക്കത്തിലും ആ സന്ദേശം നമ്മൾ പകർന്നിരുന്നു. എല്ലാ വീടുകളിലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹവും സൗഹൃദവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബ പ്രബോധൻ എന്നുള്ളൊരു പ്രവർത്തനം, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സമരസത എന്നുള്ളൊരു വിഷയം, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾ ജനങ്ങളുടെ ഇടയിലും ഒരു സൗഹാർദ്ദവും പരസ്പര സ്നേഹവും വിശ്വാസവും വളർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്വദേശി എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ജീവിതത്തെയും ശക്തിപ്പെടുത്തുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതശൈലി വളർത്തിയെടുക്കുക എന്നുള്ളത്, പൗരബോധം, ഓരോരുത്തരും റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിട്ട് പെരുമാറുന്ന ഒരു ജീവിതശൈലി കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു 5 ആശയങ്ങൾ സാർവത്രികമായിട്ട് എല്ലാവർക്കും അംഗീകരിക്കുകയും സ്വീകാര്യതയുമുള്ള ആശയങ്ങൾ ഈ എല്ലാ പരിപാടികളിൽ കൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചിരുന്നു. RSSന്റെ ഏറ്റവും മുതിർന്ന അധികാരിയായ പൂജനീയ സർസംഘചാലക് മോഹൻജി ഭാഗവതും ഈ സമയത്ത് രാജ്യത്തുടനീളം യാത്ര ചെയ്യുകയും ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്റ്റീവായിട്ടുള്ള സംവാദ പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, കൽക്കട്ട 4 മേജർ സിറ്റീസിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന അങ്ങനത്തെ ഇൻറ്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. നേരിട്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ധാരാളം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. മറ്റു സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ യാത്ര അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലുടനീളം ദർശനചാലകനും ഈ ഒരു ശതാബ്ദി കാലഘട്ടത്തിൽ യാത്ര ചെയ്യുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ദീർഘകാലമായിട്ട് നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചിരുന്ന റെഡ് ടെററിസം, നക്സൽവാദം എന്നുള്ളത് ഏതാണ്ട് രാജ്യത്ത് നിന്ന് അമർച്ച ചെയ്തിരിക്കുന്നു. അതിനെപ്പറ്റി ഛത്തീസ്ഗഡിലെയും ഒക്കെ ആളുകൾ അതിൻ്റെ പ്രവർത്തനം, അത് സർക്കാരും വളരെ ദൃഢനിശ്ചയത്തോടു കൂടി സ്വീകരിച്ച നടപടികളുടെ ഭാഗമായിട്ട് അത്തരം പ്രദേശങ്ങൾ ഭയവിമുക്തമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തിലേക്കും ഒരു സാധാരണ ജീവിതത്തിലേക്കും വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ, നേപ്പാളിലെയൊക്കെ സമകാലിക സാഹചര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. 2-3 വർഷമായിട്ട് മണിപ്പൂരിലെ കലാപത്തിന് ശേഷമുള്ള സാമൂഹ്യ ജീവിതം സാധാരണഗതിയിലാക്കിക്കൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ പരിസ്ഥിതികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഈ രാജ്യത്തെ എല്ലാവരും ഒരുമിച്ച് രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ അഖില ഭാരതീയ പ്രതിനിധി സഭ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രതിനിധി സഭയിൽ ദേശീയ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളിൽ രാജ്യത്തിനോട് ചില ആഹ്വാനങ്ങൾ നടത്തിയിരുന്നു. അതിൽ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം സമുചിതമായിട്ട് ആചരിക്കണം, ഗുരു തേജ് ബഹാദൂറിൻ്റെ ബലിദാനത്തിൻ്റെ 350-ാം വാർഷികം ആഘോഷിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആഹ്വാനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്താണ് നടന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ സംഘത്തിൻ്റെ 1,00,000-ലധികം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ശാഖ എന്നുള്ള രീതിയിൽ മറ്റു വിവിധ സംഘടനകളും 10,000-കണക്കിന് പ്രവർത്തന യൂണിറ്റുകളുള്ള പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ മുൻപത്തെ വർഷമാണ് അഹല്യാബായ് ഹോൾക്കറുടെ 350-ാം വാർഷികത്തെക്കുറിച്ചുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് അത് വിലയിരുത്തുമ്പോൾ 3.5 കോടിയിലധികം ജനങ്ങളിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ പല പരിപാടികളിൽ കൂടി സാധിച്ചു. അഹല്യാബായ് ഹോൾക്കറുടെ ജീവിതവും സന്ദേശവും അവർ ചെയ്ത പ്രവർത്തനങ്ങളും രാജ്യത്തിന് മുഴുവൻ വീണ്ടും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ സ്വീകരിച്ചു. ഈ വർഷം സന്ത് രവിദാസ് എന്ന സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ
650 ജന്മവാർഷികത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ജീവിതത്തെ പഠിക്കാനും അദ്ദേഹം സാമൂഹ്യ സമരസതയ്ക്ക് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ളൊരു ആഹ്വാനം സർക്കാർ വാക്കിൻ്റെ വക്തവ്യം സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നൽകിയിരുന്നു. ഈ കാര്യങ്ങളാണ് പൊതുവെ ഈ വർഷത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ചർച്ച ചെയ്തതും അവലോകനം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ശതാബ്ദിയോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ 100-ാം വർഷത്തിന് ശേഷമുള്ള സംഘത്തിൻ്റെ പ്രയാണത്തിൽ വളരെ ചരിത്രപരമായ വഴിത്തിരിവാവുന്ന ഒരു വർഷവും സംഭവ വികാസങ്ങളുമാണ് ഈ വർഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പ്രതിനിധി സഭയുടെ വിവരങ്ങളും അതിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുമൊക്കെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ, പത്രക്കാരിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫിംഗ് എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുള്ള ഒരു കാലഘട്ടമാണ്. തെരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇതൊരു വേലിയേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാലും വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി ഈ വിവരങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടെ ജനങ്ങളെ അറിയിക്കുന്നതിന് സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അത് നമ്മൾ ജില്ലകളിൽ ഇതിൻ്റെ റിപ്പോർട്ട് സമാഹരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഫീഡ്ബാക്ക് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു ഇതാണ് നമുക്ക് കാണുന്നത്. അവർ RSSനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പുസ്തകങ്ങൾ നമ്മൾ സമ്പർക്കത്തിന് പോകുമ്പോൾ ഒരു പുസ്തകം ഫ്രീ ആയിട്ടും ലഘുലേഖയും കൊടുക്കുന്നുണ്ട്. പക്ഷേ വിൽപ്പനയ്ക്കുള്ള പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിക്കുന്നു, അത് വാങ്ങുന്നു. അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. RSSനെ കുറിച്ചുള്ള ഒരു ഭയമോ സംശയവും ഇല്ലാത്ത രീതിയിലാണ് അങ്ങനെയുള്ള ആൾക്കാർ പെരുമാറിയത്. മുസ്ലിം വീടുകളിൽ പോയപ്പോഴും എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു തുറന്ന സംവാദത്തിന് മുതിരുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം പല ദിക്കിലും കണ്ടില്ല. പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഒരു സംവാദം പോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്നാലും എതിർപ്പുകളൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. ലഘുലേഖ സ്വീകരിക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് പൊതുവെ കേരളത്തിൽ അനുഭവപ്പെട്ടതെന്നാണ് ഞാനും ചില ജില്ലാ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ അങ്ങനെ സമ്പർക്കത്തിന് പോയി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക്. സംഘടനാ സംവിധാനം ഇപ്പോൾ ഓൾ ഇന്ത്യ തലം കഴിഞ്ഞാൽ ക്ഷേത്രീയ തലം, അത് കഴിഞ്ഞാൽ RSSൻ്റെ പേര് പ്രാന്തീയ തലം എന്നാണ്. സ്റ്റേറ്റ് എന്നുള്ള സ്റ്റാറ്റസിൽ ഉള്ള ഒരു സംവിധാനമാണ്, ഘടനയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് അടുത്ത വർഷത്തോടു കൂടി അതിനൊരു മാറ്റം വരികയാണ്. ഈ 1.5 കോടി മുതൽ 2 കോടി വരെ ജനസംഖ്യ വരുന്ന ഭൂപ്രദേശങ്ങളെ ചേർത്ത് ഒരു സംഭാഗ് എന്നുള്ളൊരു വ്യവസ്ഥ വരികയാണ്. ശാഖ എന്നുള്ളതാണ് RSSൻ്റെ അടിസ്ഥാന പ്രവർത്തനം. അപ്പോൾ ആ ശാഖാ പ്രവർത്തനത്തിൽ കൂടിയാണ് ആദർശനിഷ്ഠയുള്ള പ്രവർത്തകർ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ആ പ്രവർത്തനം ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി സംഘടനയുടെ ഘടനയിൽ സംഭാഗ് എന്നുള്ളൊരു പുതിയ സംവിധാനം വരികയാണ്. പ്രാന്ത് എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ 85 സംഭാഗുകളായിട്ട് 9 ക്ഷേത്രങ്ങളും 85 സംഭാഗുകളുമായിട്ട് തിരിഞ്ഞിട്ടുള്ള ഒരു പുനഃസംഘടന 2027 മാർച്ചോടുകൂടി നിലവിൽ വരും. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ദക്ഷിണ കേരളം, ഉത്തര കേരളം എന്നുള്ള 2 പ്രാന്തങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത വർഷം മുതൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് അങ്ങനെ 3 സംഭാഗങ്ങളായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴും ഈ കേരളത്തിൻ്റെ കാര്യങ്ങൾ സമന്വയിപ്പിക്കാൻ വേണ്ടി ഒരു കേരളത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അതൊരു ഫുൾ ഫ്ലഡ്ജഡ് കമ്മിറ്റി ആവില്ല, പക്ഷേ അതിൻ്റെ ഒരു മേൽനോട്ട പ്രവർത്തനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സമിതി, പ്രദേശ് സമിതി എന്നുള്ള രീതിയിലൊരു സമിതി നിലവിൽ വരും. അങ്ങനെയുള്ളൊരു സംവിധാനം അടുത്ത ജനുവരി മുതൽ അതിൻ്റെ ഒരു പ്രക്രിയ ആരംഭിക്കും. മാർച്ചിലെ പ്രതിനിധി സഭയോട് കൂടി അത് പൂർണ്ണമായിട്ട് നിലവിൽ വരും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ
നിത്യം നടക്കുന്ന ശാഖകൾ ഒരു 3500 ശാഖകളുണ്ട്. പിന്നെ ആഴ്ചയിലൊരിക്കൽ നടക്കുന്ന മിലൻ എന്ന് പറയുന്നതുണ്ട്. മാസത്തിലൊരിക്കൽ നടക്കുന്ന സംഘമണ്ഡലി എന്നുള്ളൊരു പ്രവർത്തനമുണ്ട്. അതെല്ലാം കൂടി ഒരു 5000 സ്ഥലത്തുണ്ടായിരിക്കും, ദക്ഷിണ കേരളവും ഉത്തര കേരളവും കൂടി. വർദ്ധിക്കുകയാണ്. ഓൾ ഇന്ത്യ തലത്തിൽ ഈ റിപ്പോർട്ടിൽ വരുന്നത് ഏതാണ്ട് 5000 സ്ഥലത്ത് പ്രവർത്തനം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കേരളത്തിലും കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ. അങ്ങനെ ഒരു തുടർച്ചയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അതിൽ പല കാരണങ്ങളുണ്ട്. ഈ ഡെയിലിയുള്ള ശാഖയിലേക്കുള്ള പ്രവർത്തകർ വരാനും അതിനുള്ള പ്രവർത്തകരുടെ ഒരു കുറവും കുറച്ച് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചുണ്ട്, എന്നാലും അത് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുവാക്കളുടെ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം പരിപാടികളൊക്കെ കുറച്ചത് വരുന്നുണ്ട്. മറ്റു ചില ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സമാന്തരമായിട്ട്. ഈ ഭജന കണക്റ്റുകളുള്ള കാര്യങ്ങളൊക്കെ ഈ ആഭിമുഖ്യം വരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഈ അത്തരത്തിലൊരു കൾച്ചറൽ ഷിഫ്റ്റിലേക്ക് കേരളം നീങ്ങുന്നു? അത് കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യയിലും അത് ഉണ്ട്. ഇപ്പോൾ രാമജന്മഭൂമി പുനഃപ്രതിഷ്ഠയ്ക്കൊക്കെ ശേഷം കഴിഞ്ഞ കുംഭമേള ഇതുപോലെയൊക്കെയുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു ജാഗരണം എന്നുള്ള രീതിയിലുള്ള വലിയ ചില മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അത് ഈ നമ്മുടെ ഓൾ ഇന്ത്യ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് ഒരു ജനറൽ ആയിട്ടുള്ള അവലോകനത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലുടനീളം അങ്ങനെ സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഭജന കണക്റ്റിൽ കൂടിയും തിരുനാവായിൽ നടന്ന മാഘമഹോത്സവത്തെക്കുറിച്ചും ഓൾ ഇന്ത്യ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. സമാന്തരമായിട്ട് ഹിന്ദു സമൂഹത്തിൽ ധാരാളം ഹിന്ദു ജാഗരണ പ്രവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അത് ഇന്ത്യ ഒട്ടുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള. ഇപ്പോൾ ഭജന കണക്റ്റ് തന്നെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ അത് ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പരാമർശവും ഉപോൽപ്പന്നമായി അതിനെ കരുതാൻ പറ്റുമോ? ഈ മൊത്തത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണോ ഇത്തരം മൂവ്മെന്റുകളിൽ? അത് സമാന്തരമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഭജനയാണെങ്കിൽ പോലും ഒരു റിലീജിയസിൽ നിന്ന് കുറച്ചതൊരു സ്പിരിച്വൽ ലെവലിലേക്ക്, ഒരു എവല്യൂഷനിൽ ഹിന്ദു ജീവിത പ്രകാരം ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഉയരണം. അപ്പോൾ റിലീജിയസ് തലത്തിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് ആൾക്കാർ ഉയർത്തുന്ന ഒരു സംവിധാനം കൂടിയാണത്. ഇപ്പോൾ കുംഭമേളയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യുന്ന പോലുള്ള ഒരു ആക്ടിവിറ്റി അല്ല. അത് കുറച്ചും കൂടി അതിനൊരു സ്പിരിച്വൽ തലമുണ്ട്. ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ രാജ്യത്തുടനീളം കാണാനുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ നവോത്ഥാനം ഈ ആശയവും സംഘടനാ പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയി കാണണം, എല്ലാവരും വോട്ട് ചെയ്യണം, എല്ലാവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം എന്നുള്ളതാണ് RSSന്റെ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിലുള്ള നിലപാട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും RSSന്റെ അതിനനുസരിച്ചുള്ള ഇൻവോൾവ്മെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും സംഘർഷങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഭാഗത്തുനിന്നും ഒക്കെ സമാധാനവും ശാന്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഘത്തിൻ്റെ അങ്ങനെ ഒരു പ്രത്യേക നിലപാടൊന്നുമില്ല. അത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്നത്. RSSന്റെ ഭാഗത്തുനിന്ന് സ്ഥാനാർത്ഥികളൊന്നും നിശ്ചയിക്കാറില്ല. അതൊക്കെ BJP ചെയ്യുമെന്നുള്ളതാണ്. ഇല്ല.
പക്ഷേ ഈ കേരളം മറ്റു സംസ്ഥാനങ്ങളുടെ അത്ര കുറവൊന്നുമല്ല. അതിനുള്ള എണ്ണം അതിന് ആനുപാതികമായൊരു രാഷ്ട്രീയ പിന്തുണ BJP കേരളത്തിൽ കിട്ടുന്നുണ്ട്. അതിന് പല കേരളത്തിൻ്റെ പ്രത്യേകമായിട്ട് ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങോട്ട് മറികടക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊരു വസ്തുത മാറി വരുന്നുണ്ട്. കേരളത്തിലും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബംഗാളിലും ആസാമിലും ഒക്കെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ കേരളത്തിലും സംഭവിക്കാവുന്നതാണ്. അതേ വേഗതയിലൂടെ സംഭവിക്കുന്നില്ല. ഇപ്പോൾ ബംഗാളിലൊക്കെ വളരെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റിലേക്ക് മാറി. ത്രിപുരയിൽ CPM ഭരിച്ചിരുന്ന സ്ഥലമാണ്. ആ ഒരു ചേഞ്ച്, ആ ഒരു വേഗത കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ക്ലോസ് ആയി, വീണ്ടും അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഒരു വേഗത എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കുന്നത്? അത് കേരളത്തിൻ്റെ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജനങ്ങളുടെ മുകളിൽ ഒരു റിജിഡായിട്ടുള്ളൊരു പിടി മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പാർട്ടികൾക്കും ഒക്കെ ഉള്ളത് കൊണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ. പിന്നെ കുറച്ച് സ്ട്രാറ്റജികളുടെയൊക്കെ കാര്യങ്ങളുണ്ടാവും. അല്ല, അതിനൊരു അവസരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മറ്റിടങ്ങളിലൊക്കെ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ബീഹാറിലാണെങ്കിലും വന്നു, പലയിടത്തും കൃത്യമായ ഒരു കൂട്ടുകെട്ട് നിർമ്മിക്കാൻ BJP കഴിയുന്നുണ്ട്. അതാണ് കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മറികടക്കാൻ കഴിയാതെ വരുന്നത്. സാഹചര്യം എന്താണ്? ആ പിടിതരാത്ത സാഹചര്യം എന്താണ്? ഈ സെക്യുലറിസം തന്നെയാണോ? അതുണ്ടാവും. ഇവിടുത്തെ ജനസംഖ്യ വിഷയങ്ങൾ, പൊളിറ്റിക്കൽ സ്വാധീനങ്ങൾ ഒക്കെ അതിനൊരു പ്രതിബന്ധങ്ങളാണ്. പറയേണ്ടത് ഇപ്പം ആവശ്യമായ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ വാർത്തകളെല്ലാവരെയും അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നമ്മളിവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ. അഖില ഭാരതീയ പ്രതിനിധി സഭ ബൈഠക്കിനെക്കുറിച്ച് വിശദീകരിക്കാൻ ദക്ഷിണ ക്ഷേത്രീയ സഹബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് KP രാധാകൃഷ്ണൻ, ഉത്തര കേരള പ്രാന്തകാര്യവാഹ് PN ഈശ്വരൻ എന്നിവർ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.